ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ ഈ രാത്രിയുടെ മറവിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറിയവരും കുറെ അധികം നടന്നുകൊണ്ടാണ് ഇത്രയും ഒരു കിതപ്പ് വരുന്നത്. ബട്ട് ആ കിതപ്പ് മാറ്റാനുള്ള മരുന്ന് ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ ആ മരുന്ന് കഴിക്കാനും ആ മരുന്ന് കഴിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി MD and Drunken is going to blast in the top floor. So ഞാൻ ആക്ച്വലി ഇവിടെയാണെന്ന് പ്ലാൻ ചെയ്യുന്നത്, പക്ഷെ അവിടെ ലൈറ്റ് ഇല്ല. ഇപ്പോൾ മെയിൻ്റെനൻസ് കാരണം ലൈറ്റ് ഇപ്പോൾ ഇല്ല തൽക്കാലത്ത്. ഓക്കെ ഗായ്സ്, വി ആർ അബൌട്ട് ടു എൻ്റർ ദ മധ്യലോകം. എത്തി അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഒരേ ഒരു കർമ്മം മാത്രമേ ഉള്ളൂ മുമ്പിൽ, മധ്യലോകം അടക്കിയ. താങ്കളുടെ കാര്യങ്ങൾ കൊണ്ടാണ് മധ്യലോകത്തിന്റെ താക്കോൽ വീഴേണ്ടത്. കണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ അധ്യായം, ഇതാണ് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം. അതെ, ഒരമ്മയുടെ രണ്ട് മക്കൾ, which means the same brand of Bacardi, but രണ്ടും വന്നിരിക്കുന്നത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ്. അതെന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. കാരണം ബക്കാഡി ലെമൺ നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു നമ്മുടെ ചാനൽ തുടങ്ങിയ സമയങ്ങളിൽ നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഒരു രണ്ടാം വരവ് ഒരു ഹെവി ആയിട്ടാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഡ്രാഗന്റെ കലാപരിപാടികളാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ട് മനുഷ്യൻ. ഇവിടെ ഇത് ആ ലേസിലോ നമ്മള് മറ്റേ ബ്രോക്കോഡിന്റെ മറ്റേത് മേടിച്ചപ്പോ പുളി, പക്ഷെ ഇന്ന് നല്ലതായിരിക്കും കേട്ടോ. പരിപാടികൾ കാണിച്ചത് അന്നും ലെമണിന്റെ ഫ്ലേവർ ഉള്ള സാധനം, ഇന്നും ലെമണിന്റെ ഫ്ലേവർ ഉള്ള സാധനം, ഇന്ന് പുളിച്ച് ചാകും ദൈവമേ. ലെമണാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അതെ, പുളിയാപ്പ് രണ്ടും കൂടെ പുളിച്ച് കഴിയുമ്പോൾ മൊത്തത്തിൽ പുളിയാവും. പക്ഷെ ഞാനും ഡ്രങ്കൻസി എനിക്കറിയില്ല, പക്ഷെ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. വിച്ച് മീൻസ് മിലിറ്ററി സാധനവും ഒറിജിനൽ സാധനവും തമ്മിൽ എന്താണ് ഡിഫറൻസ്? പലരും ചോദിച്ചിട്ടുണ്ട്, പല സബ്സ്ക്രൈബേഴ്സും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ബ്രോസ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് മിലിറ്ററി സാധനവും ഒറിജിനൽ സാധനവും തമ്മിൽ എന്താണ് മധ്യമായ വ്യത്യാസം എന്നൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ആ ചോദ്യമാണ് നമ്മൾ ഇന്ന് പരിഗണിച്ചിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നമ്മുടെ ഒറിജിനൽ സാധനം, ബക്കാഡി ലിമിറ്റ് ഒറിജിനൽ സാധനം നമ്മുടെ ബിവറേജിലും എല്ലാം കിട്ടുന്നത്. ഇത് ബിവറേജിലൊന്നും കിട്ടാത്ത ഐറ്റമാണ്, ഇത് മിലിറ്ററി സാധനമാണ്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇപ്പൊ കാണിച്ചു തരാം. ഗ്യാസിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ബിവറേജിൽ നിന്ന് മേടിച്ച സാധനം ബക്കാഡി ലിമൺ ഒറിജിനൽ സിട്രസ് റം ക്യാരക്ടർ, ഇതിന്റെ ലേബലും കാര്യങ്ങളൊക്കെ നോക്കണ്ട, ചെറിയ ഡിഫറൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ MRP വിസിബിൾ ആയിരിക്കും നമ്മൾ ബിവറേജിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾക്ക്. കണ്ടോ, 1500 രൂപ. അപ്പോൾ അതാണ് അതിന്റെ ഓവർവ്യൂ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ മിലിറ്ററി സാധനം ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ലേബൽ ഇങ്ങനെ ചെറിയ ഗ്രാഫിക് ഡിഫറൻസ് ഉണ്ട്. കണ്ടല്ലോ, രണ്ടും നമ്മൾ ചെറിയ ഗ്രാഫിക്സിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് വാ, അപ്പൊ കാണാലോ. ഇത് കേട്ടോ, ഇത് ബക്കാഡിയുടെ നമ്മൾ വിവരിക്കുന്ന സാധനം, ഇത് ബക്കാഡിയുടെ മിലിറ്ററി സാധനം. രണ്ടിന്റെ ഗ്രാഫിക്സിന് എന്തൊക്കെയോ ഡിഫറൻസുകൾ ഉണ്ട്, എഴുത്തിലും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഏറ്റവും നോട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് MRP കൊടുക്കത്തില്ല, MRP ഉണ്ടാവില്ല മിലിറ്ററി സാധനത്തിൽ. അതാണ് ഇതിന്റെ പുറമേ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞെങ്കിൽ. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതിന്റെ ആൽക്കഹോൾ കണ്ടന്റിലും കാര്യങ്ങളും ഒന്നുമില്ല. രണ്ടിനും 42.86% തന്നെയാണ് ABV കണ്ടന്റ്, 75% പ്രൂഫ്. അതിനൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷെ MRPയിൽ വ്യത്യാസം ഉണ്ട്. കാരണം MRP ഉണ്ട്, ഇവിടെ MRP ഇല്ല. അതാണ് ഇതിന്റെ പുറമേ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് മാത്രമല്ല ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കണ്ടന്റിലാണ് യഥാർത്ഥ ഡിഫറൻസ് അടങ്ങിയിരിക്കുന്നത്. അതെന്താണൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇത് കഴിച്ച് പരീക്ഷിച്ചാലേ ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. യെസ്, ഇനി ഒന്നിനും അമാന്തിക്കാൻ പാടില്ല. സ്റ്റിക്കർ ഉണ്ടല്ലോ, പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചോ. അതെ, അങ്ങനെ മിലിറ്ററി സാധനം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ കഴിക്കാൻ പോണത്. ഓക്കേ, ഒട്ടിച്ചോളും മിസ്റ്റർ ഡ്രാഗൻ ജി. ഓ, കടകട ഇടാൻ തോന്നി, പക്ഷെ ഇതിന് കടകട സൗണ്ട് വരില്ല പോലെ. ഓക്കെ, കമോൺ. മിലിറ്ററി സാധനം കണ്ടല്ലോ, ലേബൽ ഇല്ലാത്ത സാധനം, അല്ല ഐ മീൻ MRP ഇല്ലാത്ത. ഇതാണ് അതിന്റെ പ്രത്യേകത. അല്ല, ആ ഒരു കോഡല്ലേ? കോഡല്ല, ഫോർ യൂസ് ഓഫ് ഡിഫൻസ് സർവീസ് പേഴ്സണൽ ഓൺലി. അത് ഞാൻ കണ്ടില്ല ആക്ച്വലി. അതാണ് ഗൈസ് എന്റെ ഏറ്റവും ഡിഫറൻസ്, ഏറ്റവും വലിയ വ്യത്യാസം, അടയാളം എന്നൊക്കെ പറയുന്നത് അല്ലേ? ഫോർ യൂസ് ഓഫ് ഡിഫൻസ് സർവീസ് പേഴ്സണൽ ഓൺലി. അതെനിക്കറിയില്ല, താങ്കൾക്ക് അത് അറിയാം. താങ്കൾ നോട്ട് ചെയ്ത് നമ്മുടെ സാധാരണ സാധനം എന്തുവാ എക്സ്പോർട്ട് ഓളിയോ. പക്ഷെ അത് ഇതിനകത്ത് പറഞ്ഞ ഡിഫറൻസിനെ കുറിച്ച് പറയില്ലല്ലോ. അപ്പോൾ കമോൺ, അതൊക്കെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കണ്ട. റായൻസി വായിച്ചിട്ട് വയ്യ മനസ്സിലായി.
തണ്ണൂർ സോഡയാണോ? അതെ, ഞാൻ വെള്ളം ഒഴിക്കും. തണ്ണൂർ ഓടിക്കണോ? വെള്ളം ഒഴിച്ച് കഴിക്കുന്ന വെള്ളം. ഞാൻ കുറച്ച് മിനറൽ വാട്ടർ വാങ്ങിച്ചിരുന്നു. അതെ, തണുത്ത മിനറൽ വാട്ടർ. അത് വേണ്ടായിരുന്നു. Void. Amazing video of മദ്യപാനി the drunkard. അപ്പോൾ തുടക്കം തന്നെ പറയാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതെ, ആ ഒരു കർമ്മം, ആ ഒരു വാക്ക് എപ്പോഴും മന്ത്രമായി നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതിന് മുമ്പ്. So the first cheers of this night with a military round. നമ്മുടെ രാജ്യം കാക്കുന്ന അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന നമ്മുടെ ആർമി സഹോദരികൾക്ക് വേണ്ടിയിട്ടുള്ള മദ്യമാണിത്. അവർക്കുള്ള ഒരു ഊർജ്ജസ്വലം ആയിട്ടുള്ള ഒരു സാധനമായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പരീക്ഷിക്കുകയാണ്. ലെറ്റ്സ് ഡു ദിസ്. അഭിമാനത്തോടെ വെള്ളമൊടിക്കണം. പൊളിയല്ല, പൊപ്പൊളി. ഇങ്ങനെ പല പട്ടാളത്തിലേക്ക് പോയാൽ മതിയായിരുന്നു. കുട്ടി അവിടെ പോയിരുന്ന് ബ്ലോഗ് എടുക്കായിരുന്നു അല്ലേ? ഇനി അടുത്ത റൗണ്ട് നമ്മുടെ നോർമൽ സാധനം നമ്മൾ അടിക്കും. അതും കൂടെ കഴിഞ്ഞിട്ട് തനി നാടനായിട്ടുള്ള സാധനമാണ്. സ്റ്റിക്കർ എന്നിട്ട് പോരുത്. സ്റ്റിക്കർ വലിക്കണം. അതും cheers. Okay guys, it's time for നമ്മൾ സാധാരണക്കാർ കുടിക്കുന്ന സിവിലിയൻസ് കഴിക്കുന്ന ബക്കാരി ലെമൺ ആണ് നമ്മൾ ഇപ്പോൾ ഈ റൗണ്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. So again a cheers for that. Cheers. കുറ്റം പറയാൻ പറ്റില്ല ഒന്നിനെ, അല്ലെ? അപ്പോൾ ഈ റൗണ്ട് കൂടി ഇങ്ങനെ തീരട്ടെ, അല്ലെ? അടുത്ത റൗണ്ട് തൊട്ട് നമുക്ക് ഇതിന്റെ കമ്പാരിസൺ റിവ്യൂ അത് ഞങ്ങൾ തരുന്നതായിരിക്കും. കാരണം അടുത്ത റൗണ്ടിലേക്ക് പറയുള്ളൂ, അല്ലെ? ഇപ്പൊ പറയാൻ പാടില്ല. കുറച്ച് ഉപ്പ് കൂടിയിട്ടായിരിക്കാം സോഡ നിറങ്ങിയ. അത് സത്യം ആ പറഞ്ഞത് കേട്ടാ. കുറച്ച് ഉപ്പ് ഇട്ടാ മതി, സോഡ നിറങ്ങി. അതെ, ഒച്ചയൊന്നും വരുന്നില്ല ഡ്രാഗന് പുറത്തോട്ട്. ഒരു സ്വീറ്റ്നെസ് ഫീൽ ചെയ്യും. സത്യം. അടി ഒന്നും പറയുന്നില്ലടോ. ഇനി എന്റെ ഊഴമാണ്. It's the round of empty. Okay guys, it's time. അതെ, കാരണം ഇത് പറയേണ്ടതാണ് ഈ ഒരു വീഡിയോയുടെ യഥാർത്ഥ കണ്ടന്റ് എന്ന് പറയുമ്പോൾ. കാരണം ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ്? രണ്ടും ഒരേ പേരിൽ അറിയപ്പെടുന്ന സെയിം ബ്രാൻഡ് ഓഫ് ബക്കാടി. അപ്പോൾ അതിൽ മിലിറ്ററി മിലിറ്ററിക്കാരുടെ ഇതിലെല്ലാം ഒരേ ക്വാളിറ്റി തന്നാൽ പോരെ, എന്താണ് അതിനൊരു ഡിഫറൻസ് എന്ന് എല്ലാവരും പണ്ടുകാലം മുതലേ ഉള്ളൊരു മനസ്സിലുള്ള ഒരു സംശയമാണ്. നമ്മളെല്ലാവർക്കും ആ സംശയമുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ബോധർ ചെയ്യാൻ പോകത്തില്ല. നമുക്ക് കിട്ടുന്ന സാധനം നമ്മളങ്ങ് കഴിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണ്? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് ഏത് സാധനമായാലും ക്വാളിറ്റി. അതാണ് മിലിറ്ററി സാധനവും നോർമൽ സാധനവും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് വ്യത്യാസം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ മിലിറ്ററി സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ മിലിറ്ററി സാധനവും
ഇതുപോലെ നോർമൽ സാധനവും ഒരേപോലെ ഇരുന്ന് കഴിച്ചു നോക്കിയാൽ അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഇപ്പൊ മിലിറ്ററി സാധനം മാത്രം മേടിച്ച് കഴിക്കുകയോ അല്ലാതെ കഴിക്കുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരേ സമയം കഴിച്ചാൽ മാത്രമേ രണ്ടും കുടിക്കുമ്പോഴുള്ള ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കാശ് പോയാലും ശരി രണ്ടും മേടിച്ച് വെച്ചത്. ഇതിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, മിലിറ്ററി സാധനം അത് നമ്മുടെ സ്വന്തക്കാർ തന്നതാണ്, അതുകൊണ്ട് അത് വിട്. അപ്പോൾ അതാണ് കാര്യം. ഇപ്പൊ ഞാൻ മിലിറ്ററി മാത്രം മേടിച്ച് വെച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്ത ഒരു റിവ്യൂ കംപ്ലീറ്റ് ആവില്ല. ദാറ്റ്സ് ദ റീസൺ വൈ ഐ ബോട്ട് എ നോർമൽ വോഡ്ക. അപ്പോൾ ഇതിന്റെ ഇനിഷ്യൽ നോസിംഗ് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഡൈല്യൂട്ടഡ് വിത്ത് സോഡ. അപ്പോൾ നമ്മുടെ മിലിറ്ററി സാധനം ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് മണത്ത് നോക്കാം. ഒബ്വിയസ്ലി ഇറ്റ്സ് ലെമൺ ഫ്ലേവർ. അറിയാലോ, ലെമൺ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ മണക്കുമ്പോഴും ആ ലെമൺ തന്നെയാണ്. സോ അതിന്റെ ആവശ്യമില്ല, കൂടുതൽ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ആൻഡ് ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് ഓഫ് കോഴ്സ് ലെമൺ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ അത് തന്നെയാണ് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യം, ദ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടും ഒരേപോലെ ലെമൺ ഫ്ലേവർ ആണ്. ഇതുപോലെ കുടിക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞാലും ആ ലെമൺ ടച്ച്. ബക്കാഡിയുടെ നമ്മുടെ നോർമൽ സാധനം കുടിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ ലെമൺ, നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കഴിച്ചപ്പോൾ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. സെയിം ആയിട്ട് ആ ലെമണിന്റെ പ്യൂർ ഫ്ലേവർ നമുക്കത് ഫീൽ ചെയ്യും. എന്തോ ഒരു കുത്തിയ ചുവയില ഒന്നുമില്ല, ചെറിയൊരു മധുരം ഫീൽ ചെയ്യും. പക്ഷേ ബക്കാഡിയുടെ മിലിറ്ററി സാധനം നമ്മളിപ്പോ ട്രൈ ചെയ്തപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി, അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ്, ഇത് തന്നെ നമുക്ക് നോർമൽ ബക്കാഡി ലെമൺ എന്ന് പറഞ്ഞാൽ തന്നെ ആബ്സല്യൂട്ട്ലി സൂപ്പർ, ആബ്സല്യൂട്ട്ലി സ്മൂത്ത് ആൻഡ് ആബ്സല്യൂട്ട്ലി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വോഡ്കയാണ്, ആബ്സല്യൂട്ട്ലി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ റമ്മാണ്. അപ്പോൾ അത്രയും നല്ലൊരു സാധനത്തിന്റെ മുകളിലുള്ള ഒരു വേർഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി സൂപ്പർ. നിങ്ങൾക്ക് ചിന്തിക്കാലോ, നല്ലൊരു സാധനം, അതിന്റെ നല്ലൊരു സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ പഴയ ആ സാധനത്തിന് കൊള്ളത്തില്ല, അതിന് കുറച്ച് പോരായ്മകൾ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ്, ബട്ട് ദിസ് തിങ് ഈസ് little bit more superior to the original one. അത്രേ പറയാനുള്ളൂ. ഇതിനേക്കാൾ 2-3 പടി അല്ലെങ്കിൽ 2 പടി മുകളിലാണ് ഇതിന്റെ ക്വാളിറ്റി. അത് കഴിക്കുമ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കി എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് ആക്ച്വലി. പക്ഷേ കഴിച്ചു നോക്കിയാൽ രണ്ടും കൂടി ഇരുന്ന് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് രണ്ടും തമ്മിൽ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ മാത്രമേ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. കാരണം എത്രയാണെന്ന് പറഞ്ഞാലും ഇതിന്റെ ടേസ്റ്റിലും ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആക്ച്വലി. ഇറ്റ്സ് എ ബിറ്റ് മോർ സ്മൂത്ത്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു എന്താ പറയാ ലൈറ്റ് ആണ് ആക്ച്വലി. ഇതിനേക്കാൾ കമ്പയർ ടു ദ ഒറിജിനൽ തിങ് ഇറ്റ്സ് എ ബിറ്റ് ലൈറ്റ്. നമുക്ക് കുടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, കട്ടി കുറച്ചുകൂടെ കുറവാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു. ഇത് ചിലപ്പോൾ തെറ്റായിരിക്കാം, കാരണം എനിക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ 2-3 വർഷമായിട്ട്, 2-3 കുടിക്കുന്ന ഒരുപാട് വർഷമായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് കണ്ടെത്തി, ഐ മീൻ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു കുടിക്കുന്നത് ഇപ്പൊ 2 വർഷമായിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയ ശേഷമാണ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ നോർമൽ സാധനത്തെക്കാളും കുറച്ചുകൂടെ കട്ടി കുറവാണ്, കുറച്ചുകൂടെ സ്മൂത്ത് ആണ്. അത്രയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മണവും ടേസ്റ്റും ഒക്കെ ഏകദേശം സെയിം ആണ് ആക്ച്വലി, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. മധുരവും ഒക്കെ സെയിം ആണ്, പക്ഷേ കുറച്ചുകൂടെ സ്മൂത്ത് ആണ് സാധനം. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഈ കപ്പലണ്ടി കുറച്ച് വായുണ്ടായിരുന്നു, അതും ഇതുകൂടെ കഴിച്ചപ്പോ ഒരു പ്രത്യേക ഫീല്, ഒരു കാരമൽ എഫക്ട് കിട്ടുന്നുണ്ട്. സൂപ്പർ കോമ്പിനേഷൻ. ഡ്രാഗനോടെ കപ്പലണ്ടി കമത്തുന്ന തിരക്കിലാണ്. അപ്പോൾ ഇനി നമ്മുടെ ബേസ് ആണ്, നമ്മുടെ ബേസിക് മിലിറ്ററി അവിടെ ഇരിക്കട്ടെ. ഒരു റൗണ്ട് കൂടെ നമുക്ക് എന്തായാലും മിലിറ്ററി അടിക്കാം, അതിനുശേഷം മിലിറ്ററി അല്ല, നമ്മുടെ സാധാരണ സാധനം അടിക്കാം പേരിന് വേണ്ടി. ഇപ്പൊ നീട്ടിക്ക് ഒഴിക്കുന്നു. അതെ, ഡ്രങ്കൻ അല്ലെങ്കിലും അങ്ങനെയാണ്, ഇഷ്ടപ്പെട്ട സാധനം അങ്ങ് എടുത്ത് ഒഴിയാണ്. പക്ഷെ ഡ്രങ്കൻ രണ്ടും തമ്മിൽ അത്ര വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ, കാരണം രണ്ടും ക്വാളിറ്റി സാധനമാണ്. എന്റെ സോഡ ഓക്കെ.
യെസ്, ഡ്രങ്കൻ അത് ആണ് മുഴുവനെ. കപ്പലിന് കുഴപ്പമില്ല, കൊള്ളാം. നല്ല സാധനം. പക്ഷെ നമ്മൾ ഈ മിലിറ്ററി സാധനം അടിച്ചിട്ട് ഇത് അടിക്കുമ്പോ നമുക്ക് മനസ്സിനുള്ളത് ഉണ്ട് കേട്ടോ, വേറൊന്നുമല്ല. പുറമെ നമ്മൾ കുടിക്കുമ്പോൾ അത്ര വലിയ വ്യത്യാസമൊന്നും ഇല്ല, പക്ഷെ മനസ്സിനൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. നല്ല സാധനം ഇരിക്കുമ്പോ കുറച്ചുകൂടെ കുറഞ്ഞ സാധനം കഴിക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, വേറൊന്നുമില്ല. പക്ഷെ ഈ ബക്കാടി ലെമൺ ആദ്യമായിട്ട് കഴിച്ചപ്പോണ്ടല്ലോ, നമ്മുടെ ജോമോഞ്ചി ഇല്ല, നമ്മുടെ പഴയ നമ്മുടെ കൂട്ടുകാരൻ, ഇപ്പോഴും കൂട്ടുകാരൻ തന്നെയാണ്, ജോമോഞ്ചിയുടെ വീടിന്റെ ടെറസില്, ഓർമ്മയില്ല പഴയ വീഡിയോ? അതിന്റെ ലിങ്ക് നമുക്കൊന്ന് കൊടുത്താൽ എന്റെ കൂടെ. കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കാണുക, സൂപ്പർ വീഡിയോ. അത് നമ്മളെന്നെ ആസ്വദിച്ച് ലേവരെ കുടിച്ച വീഡിയോ ആണ്. അതിന് താഴെ ഉണ്ടോ ഇതിന് പൊട്ടിക്കുന്ന വെളിയിലാണ് അത്. ഇത് ഉറങ്ങിയെടുത്ത് ഞാൻ വെച്ചോണ്ട് ഇതെന്താടോ ഉണ്ടമുളക സംഗതി കൊള്ളാം. ഇത് മറ്റേ ടൊമാറ്റോ സോസിന്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, സാധനം കൊള്ളാം കേട്ടോ. ഇതൊക്കെ ഡ്രങ്കന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ഞാനെന്ന് പറഞ്ഞ ഡ്രങ്കൻ മേടിക്കുന്ന ഐറ്റംസാ. വൺ ഓഫ് ദ പെർഫെക്റ്റ് ടച്ചിങ്സ് ആണ് ഇതൊക്കെ. താങ്കളുടെ കണ്ടുപിടുത്ത കൊള്ളാൻ. പക്ഷെ ഈ സാധനമൊക്കെ അടിക്കുമ്പോൾ ആക്ച്വലി ടച്ചിങ്സ് വേണ്ട. അപ്പോൾ അടുത്ത റൗണ്ട് മയക്കുമടി വിത്ത് ആർമി സാധനം അല്ലേ? യെസ്. പോരെ, ഇനിയും വേണം. ഫ്രൈ അടിക്കാൻ വേണം. ഫ്രൈ അടിക്കാന്നൊക്കെ ഉള്ളി സാധനമൊക്കെ. ഞാൻ ഇതുപോലെ മിലിറ്ററി അടിക്കുന്നുള്ളൂ. കാരണം മിലിറ്ററി അടിച്ചാൽ മറ്റൊരു ഗുണം കൂടെ, ശരീരത്തിന് ദോഷം കുറച്ചുകൂടെ കുറവായിരിക്കും. കാരണം ഹൈ ക്വാളിറ്റി സാധനമാണല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ 7 സ്റ്റാർ ആയാലും 10 സ്റ്റാർ ഒന്നും ഇല്ല, 7 സ്റ്റാർ ആണ് ഏറ്റവും ലിമിറ്റ്. ആ 7 സ്റ്റാർ കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റിയാണ് ഈ സാധനം, അല്ലെ? അതുപോലെ തന്നെ മറ്റൊരു ഡയലോഗ് പറയാം. എന്റെ ഈ താടി മിഷനാണല്ലോ, മുടി ഉൾപ്പെടാം. ഞാൻ ഇടയ്ക്ക് വെട്ടായിരുന്നു, ഇപ്പോഴൊന്നുമല്ല, കുറെ നാൾ മുമ്പ്. അപ്പോൾ ഈ ഒരു മനുഷ്യനും കൂടെയാണ് പ്രധാനമായിട്ടും എന്നെ കൊണ്ട് വെട്ടിക്കാതിരുന്നതിന്റെ ഒരാള്. ഓർമ്മ KGF വരുന്നതിന് മുമ്പ്, സെക്കൻഡ് വരുന്നതിന് മുമ്പ് KGF ഇറങ്ങിയിട്ട് വെട്ടിയാൽ മതി താനാണ് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ വരും ഭാവിയിൽ എനിക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം, അല്ലെ? എത്ര കാലം എന്ന് പറഞ്ഞാണോ ഈ താടിയും നിശ്ചയം മുടി എല്ലാം കൂടെ വന്നിക്കൊണ്ട് നടക്കുന്നത്? സന്യാസിമാരെ അവർക്ക് തന്നെ പണിയുന്നില്ല. ഇങ്ങനെ കഴിച്ചാൽ എന്താ ഡ്രങ്കൻ ചെയ്യും? കണ്ണടച്ചുറക്കുന്നതിന് മുമ്പ് പോയല്ലോ. എന്നാലും ഇത് അടിപൊളി. വിചാരിച്ച എക്സ്പെക്ടേഷൻ ഈസ് മോർ ദാൻ റിയാലിറ്റി. ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൂടി, ഇത് സ്മൂത്ത്, നല്ല സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ ഒരു സ്വീറ്റ്നെസ് പോരാത്തതിന് ഒരു ലൈറ്റ് ആണ്. അതെ, വളരെ ലൈറ്റുമാണ്. തീർച്ചയായിട്ടും ഇത് കൂടുതലും പെണ്ണുങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം, ലേഡീസ് ഒരുപാട് കഴിക്കുന്ന സാധനമാണ്. തീർച്ചയായിട്ടും. അല്ല, അതെന്താണെന്നറിയോ ഡ്രാഗൺ ജി? ലേഡീസ് എന്ന് പറഞ്ഞാൽ അധികം നമുക്കറിയാലോ, എപ്പോഴും കട്ടി കുറഞ്ഞ സാധനങ്ങളാണ് അവർക്ക് കൂടുതൽ. പക്ഷെ കട്ടിയുള്ള കട്ടറമ്പൊന്നും അവർക്ക് അടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അടിക്കുന്ന ആൾക്കാർ ഉണ്ടാകും കേട്ടോ. പക്ഷെ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ സാധനങ്ങളാണ് അവർ കഴിക്കാറ്.
ഇപ്പൊ ജിന്നിൽ വൈൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവരുടെ കാറ്റഗറി സാധനങ്ങളാണ്. റൗണ്ടിലും ഇതുപോലെ ആസ്വദിച്ച് സ്ലോ മോഷനിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരേ ഒരു ബ്രാൻഡേ കഴിച്ചിട്ടുള്ളൂ. അത് ഈ മുതലുകളാണ്. മുതലയല്ല, മുതലുകൾ. അതെ ഗൈസ്, ഈ ഒരു സാധനം മാത്രമേ എന്റെ അറിവിലും എന്റെ കാഴ്ചപ്പാടിലും ഇതുപോലെ സ്ലോ മോഷനിലും ആസ്വദിച്ച് ഇങ്ങനെ കുടിച്ച സാധനങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ ആക്ച്വലി. കാരണം അതുപോലെ ക്വാളിറ്റിയും അതുപോലെ കുടിക്കാൻ പറ്റിയ ഐറ്റവും ആണ്ടായി കാണുന്ന സാധനങ്ങൾ. ഇങ്ങനെ ഞങ്ങൾ കുടിച്ചു എന്ന് കരുതി, ഞാൻ കുടിച്ചു എന്ന് കരുതി നിങ്ങളാരും കുടിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ എന്റെ കാഴ്ചപ്പാടും എന്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഡ്രാഗൻ, ഇപ്പൊ രണ്ട് സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് കുറെ അടിച്ചു. അടുത്ത റൗണ്ട് അവിടെ നിർത്തിയേക്കല്ലേ, നമ്മുടെ ലിമിറ്റ് നമ്മൾ വിടാൻ പാടില്ല ഒരിക്കലും. അതാണ് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇഷ്ടപ്പെട്ട സാധനമാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് അല്ലെ ഡ്രാഗൻ ജി. ഇത് വേണേൽ ഫുള്ള് കുടിച്ചു തീർത്താലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, പൊങ്ങോ ഇല്ലയോ കിടന്ന് ഉറങ്ങി പോകുമെന്നും അറിയത്തില്ല. ചിലപ്പോ നാളെ തന്നെ ഫുൾ ഡേ ചിലപ്പോ ഉറങ്ങി പോകും. പക്ഷെ കാര്യം ചോദിക്കല് നമുക്കിപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ കുടിച്ചപ്പോഴത്തേക്ക് ഉറങ്ങി കഴിയും അല്ലെ. പക്ഷെ നിർത്തേണ്ട അടുത്ത് നിർത്തണം, മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം. ദ കൺട്രോൾ ഷുഡ് ബി ഇൻ അവർ ഹാൻഡ്സ്. അല്ലാതെ നമുക്ക് തോന്നി വേണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇത് ഫുള്ളും കുടിച്ചെടുത്ത് സെറ്റ് ആയിട്ട് ആരോഗ്യം നശിപ്പിച്ച് നടക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ ആവശ്യത്തിന് മാത്രമേ കുടിക്കാറുള്ളൂ ഇതുപോലെ തന്നെ. അപ്പൊ അടുത്ത ഒഴിച്ചു രണ്ടു കുപ്പി പിടിച്ചേക്കുന്നത് പിന്നെ രണ്ടും വാങ്ങിച്ചത് കഴിക്കാനല്ലേ. അതെ, അത് രണ്ടും കഴിക്കല്ലേ, ഒരാളെ മാത്രം മാറ്റി നിർത്താൻ പാടില്ല. തീർച്ചയായിട്ടും ഒരു അപൂർവ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. യെസ്, താങ്ക് യു മിസ്റ്റർ ഡ്രാഗൻ ജി. ഇത് നമ്മുടെ ബക്കാടി ലിമൺ അങ്ങ് പൂട്ടിയിരിക്കുകയാണ് താൽക്കാലികമായിട്ട് മാത്രം. രണ്ടും നല്ല കണ്ടന്റിൽ ബാലൻസ് ഉണ്ട്. പക്ഷേ മിലിറ്ററി സാധനം ഞങ്ങൾ ഇത്തിരി കൂടുതൽ കഴിച്ചു. കാരണം അത് ഓഫ് കോഴ്സ് യു നോ, നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റി സാധനത്തിന്റെ പുറമെ നമ്മൾ പോവുകയുള്ളൂ അല്ലെ. എന്ന് കേട്ട് ഇത് കൊണ്ടുപോലും നല്ല അർത്ഥം കേട്ടോ. ഇത് കഴിച്ചപ്പോൾ ഇതായിരുന്നു നമുക്ക് ഏറ്റവും ബെറ്റർ. ഇപ്പോഴും അതുപോലെ പറഞ്ഞു നല്ല സാധനം തന്നെയാണ്, പക്ഷെ ഇത് ഒരു പടി മുകളിലാണ്. So the final cheers of this video of MD and Drunken G is here. The final cheers. തന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് എന്തോ സ്റ്റിക്കറിന്റെ ബഹളമാണോ എന്താണ് നെറ്റിപ്പെട്ടോ തനിയെ വന്ന് ചേർന്നു, താനേ വന്ന് താനേ ചേർന്ന കൂട്ടം. അതെ, സൂര്യജിയുടെ. So the final cheers of the night is here. Cheers with you all. കട്ടിയാണ്. I don't know why. Dragon? Yes. ഇത്രയൊന്നും ഒഴിക്കില്ല പാടെ, അങ്ങനെ കൊല്ലും. അതെ, ഇതാണ് ഒഴിച്ച്. നല്ല കപ്പലിന്റെ ഇടാം. ഇന്നത്തെ വീഡിയോ ഒരുപാട് 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 കുടിയന്മാരുടെ മനസ്സിലുള്ള ഒരു സംശയം ഞങ്ങൾ തീർക്കുകയായിരുന്നു. ഞങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിധം ഞങ്ങൾ തീർത്തു. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ സംശയങ്ങളുമായി, പുതിയ പുതിയ ബ്രാൻഡുകളുമായി, പുതിയ പുതിയ വീഡിയോയുമായി MD and Drunken will be joining you very shortly. അല്ലെ, ഇനി കോട്ടയം ട്രിപ്പൊക്കെ വരുന്നു, അച്ചായമാരുടെ നാട്ടിലേക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ടല്ലേ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു ബ്രാൻഡുമായി we will be joining you very shortly. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ്
Cheers with you all. Have a great sleep. തനിക്ക് ഏതായിരുന്നു ഇഷ്ടപ്പെട്ടത്? അത് അങ്ങനല്ലേ പറയത്തുള്ളു. മിലിറ്ററി അല്ലേ കയ്യിലിരിക്കുന്നേ.